ഇനി തിരക്കിട്ട് ജിമ്മിന് എന്താ പോകണമെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ട്രിവാൻഡ്രം പോവാണ്. ഇതാണ് ലാസ്റ്റ് ഗെയിം. ഋതു ഇതേ കിടക്കുകയാണ്. എണിക്കുമ്പോഴത്തേനും നമുക്ക് ജിമ്മിൽ പോയിട്ട് വരാം. ഒരു വൃത്തികെട്ട ക്ലൈമറ്റ് ആയതുകൊണ്ട് മോയ്സ്ചറൈസർ നിർബന്ധ. ഇത് മാത്രമേ കുടിക്കണുള്ളൂ, കോഫി. ബാക്കി ടൈമില്ല, ലേറ്റായി. ആണ് ഹോം മെയ്ഡ് എസ്പ്രസ്സോ. ഭയങ്കര എക്സ്പ്രഷനാണ്. ജിമ്മിന് നോർമലി നടന്നിട്ടാ പോവല്. അതാകുമ്പോൾ പിന്നെ ഒരു വാമപ്പ് ആവുമല്ലോ. പക്ഷെ രാവിലെ നടക്കാനൊരു രസമാണ്. ഇനി തിരക്കിട്ട് ജിമ്മിന് എന്താ പോകണമെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ട്രിവാൻഡ്രം പോവാണ്. ഇതാണ് ലാസ്റ്റ് ഗെയിം. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രം പോവാണ്. സോ അപ്പോൾ ഈവനിങ് ജിമ്മിന് പോകാൻ പറ്റില്ല. അപ്പോൾ ജിമ്മിന് പോയി വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ തന്നെ ചെയ്ത് തീർക്കാണ്ട്, അതിനൊന്നും സ്ഥലത്തേക്ക് പോകാണ്ട്, പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, അപ്പോൾ പോയി വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യാൻ. എന്നും ഇതിനെ പോകുമ്പോൾ നോട്ടടാറുള്ള ചെടിയാണ്. ഒരു ദിവസം ചോദിച്ചു നോക്കണം. ഇനി അതാ കുന്ന് കയറണം. ഇതാണ് നമ്മുടെ സ്വന്തം മാസ്റ്റർ. പിടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. എണീച്ചങ്ങോട്ട് ജിമ്മിക്ക് വരാനാണ് ബുദ്ധിമുട്ട്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എനർജിയാ വർക്കൗട്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ ലെഗ് ഡേ ആകുമ്പോൾ ഈ ട്രെയിനർമാർക്ക് ഒരു ഹരമാണ് നമ്മളുടെ ആ ഒരു പെയിന് കാണുമ്പോൾ. അപ്പം ഇന്നത്തെ വർക്കൗട്ടൊക്കെ വേഗം കഴിച്ച് ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാം. നോർമലി ജിം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുന്നതാണ് ഓട്സ് വിത്ത് നോർമൽ വാട്ടർ ആൻഡ് മൈ പ്രോട്ടീൻ പൗഡർ. ഒക്കതും കഴിഞ്ഞു തുടങ്ങി. ഞാൻ അങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വയ്ക്കൽ വല്ല ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒന്നും കൂടി എളുപ്പം അതാണ്. അതുകൊണ്ട് എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ കഴിയാറായി, എല്ലാതും കഴിയാറായി. ഷേക്ക് കഴിഞ്ഞു തുടങ്ങിയല്ലതും. അപ്പോൾ മഹാൻ എണീറ്റ് ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് റെഡി ആവട്ടെ. അപ്പോൾ റെഡി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിലേക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്, അത് ചെയ്ത് തീർത്തിട്ട് വേണം പാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അങ്ങനെ ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് 2-3 ദിവസമായി ക്രോസയും കഴിക്കാൻ ഭയങ്കര ബുദ്ധിയായിട്ട്. ആ പറയുന്ന കാര്യത്തിൽ എനിക്കും ചില സമയത്ത് കൺഫ്യൂഷൻ വരാറുണ്ട്. ക്രോസൈനാണോ ക്രോയിസൻ്റ് ആണോ എവിടെ കിട്ടുള്ളൂ തോന്നുന്നു. കാരണം ചങ്ങനകുളത്ത് എവിടെയും കിട്ടാറില്ല. ക്രോസൈൻ അപ്പുറത്തായിരിക്കും പറയാം. ക്രോസൈനില്ലേ മൂഞ്ചി ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരെണ്ണം പോയില്ല. തൽക്കാലം പീപ്പിൾ അമ്മ എടുത്തിട്ട് പോവുക. ഷടാ അതിപ്പോ എവിടെയും കിട്ടാല്ലേ. ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ. എന്തായാലും കൊള്ളാം, അടിപൊളി. അങ്ങനെ പുറത്തത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പോകുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ വൃത്തിയാക്കി വെടുപ്പാക്കിയിട്ട് വേണം പോവാൻ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചോറ് എനിക്ക് ഞാൻ തന്നെയാണ് വാരി കൊടുക്കല്. പിന്നെ ഇപ്പോൾ ഈ കീമോ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയും വേണ്ട. എന്തെങ്കിലും ഉള്ളിച്ചാലാണെങ്കിൽ വാരിക്കോരി കൊടുത്തേ പറ്റൂ. ഞാൻ പിന്നെ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓൾറെഡി മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാറുണ്ട് ഒരു 3-4 ദിവസത്തിനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ അന്നത്തെ വൈനൊക്കെ ഫിൽറ്റർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് നോക്കാം. സാധാരണ കീമോയ്ക്ക് ഒരു 4 ദിവസമൊക്കെ നിൽക്കേണ്ടി വരില്ലുള്ളൂ. പക്ഷെ ചില സമയത്ത് ഡോക്ടർക്ക് ഒരു സ്നേഹം കൂടുതലാണ് ഞങ്ങളോട്. അപ്പോൾ പറയും 1-2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തേക്കുള്ളതൊക്കെ കണക്കാക്കിയിട്ട് വേണം എടുത്തിട്ട് പോകാൻ. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ട്രെയിൻ 11:45-നാണ്. അപ്പോൾ ആ സമയം നോക്കിയിട്ട് വേണം ഇവിടെ നമുക്ക് ബസ് കയറിയിട്ട് അവിടെ എത്താൻ. അതിന് മുന്നേ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ആശാനൊന്ന് കാണാൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വിളിച്ച് നോക്കാം. ഷിനുവേട്ടത് എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്ക് ചായ കുടിച്ചിരിക്കാം.
ചെയ്തത് 500 വർക്കൗട്ട് ചെയ്തില്ല ഫുൾ റെസ്റ്റ്. അങ്ങനെ ചായയുടെയും വർത്താനമൊക്കെ കഴിഞ്ഞ് ബസ് കയറാൻ നിൽക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ ഗുരുവായൂരിലായിരുന്നു ട്രെയിനെല്ലാം കയറൽ. പക്ഷേ ഇവിടുന്ന് രാത്രി അങ്ങോട്ടേക്ക് ബസ് കുറവായതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ തൃശ്ശൂരിലേക്ക് മാറ്റി. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. 11:45 സമയരിക്കല്ലേ? അങ്ങനെ ബസ്സൊക്കെ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കീമോക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രെയിൻ ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. ആകെ ബൈ സ്റ്റാൻഡേഴ്സിന് ഒരു 250 രൂപ മാത്രമേ വരുന്നുള്ളൂ, അതും 3rd AC കോച്ചിൽ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. സാധാരണ ഒരു 5:30 ആകുമ്പോൾ എത്തലുള്ളതാണ്, പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായി തോന്നുന്നുണ്ട്. ഒരു 6 മണി 6:15 ആയപ്പോഴാണ് ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് സേഫ് സെൻറ്ററിൽ പോയി. അപ്പോൾ ഒരു 4 ദിവസം നമ്മളിവിടെ ആയിരിക്കും സ്റ്റേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ ക്യാബിനും റൂംസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ 2 പേരുള്ളതുകൊണ്ടും 4 ദിവസം ആയതുകൊണ്ടും നമ്മൾ ക്യാബിനാണ് കൂടുതലും എടുക്കാറ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് കീമോയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് കീമോ ചാർട്ട് കയ്യിൽ കിട്ടി മെഡിസിൻ മേടിക്കാൻ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരാളുടെ മേത്ത് കയറാനുള്ളതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും തോന്നെ മെഡിസിൻസ്. ഒരു 7-8 ബോട്ടിലോളം കയറാനുണ്ടാവും. 2nd ഡേ 3rd ഡേ ഒന്നും ഇത്ര ഇല്ല, ഒരു 1-2 ബോട്ടിൽ മാത്രമേ കയറാനുണ്ടാവുള്ളൂ. ഇത്രയും ബോട്ടിലൊക്കെ കയറി കഴിയുമ്പോൾ പുലർച്ചെ 1 മണി 2 മണിയൊക്കെ ആവലുണ്ട്. അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ കീമോ എല്ലാം കഴിഞ്ഞു. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തുനിന്ന് ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡ് എത്തിയാലേ ഓട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടലുള്ളൂ. അപ്പോൾ നടക്കുകയാണ് എന്തായാലും. ലാസ്റ്റ് കീമോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇനി പെയിനും കാര്യങ്ങളൊന്നും ഇത്രയും സഫർ ചെയ്യേണ്ടി വരില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രത്തോളം സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ അത്രത്തോളം ഡൗണായി നിൽക്കുന്ന സമയമാണ്. എന്നാലും നമുക്കെന്താണോ സന്തോഷം എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ പഠിക്കാത്ത ഒരുപാട് ലെസൺസ് നമ്മൾ ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ പഠിക്കും. അങ്ങനെ 2ാമത്തെ കീമോക്കുള്ള പോക്കത്. അതുപോലെ ഞങ്ങളീ പോകുന്ന ഓട്ടം ഉണ്ടല്ലോ, ഞങ്ങൾ RCCക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും പൈസ മേടിച്ചില്ല ആൾ. അവിടെ കുറച്ച് ഡ്രൈവേഴ്സ് എങ്ങനെയാണ് പേഷ്യൻസിന് വേണ്ടിയിട്ട് അവരൊരു ഹാഫ് ഡേ ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടും. അതുപോലെ തന്നെ RCCക്ക് ഡയറക്റ്റ് KSRTC ബസ്സും ഉണ്ട്. ഞങ്ങളിവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കൂടി എളുപ്പം ഓട്ടോയിൽ വരില്ല. 2nd അതുപോലെ 3rd കീമോ എല്ലാം പെട്ടെന്ന് കഴിയും. നമ്മൾ ഫസ്റ്റത്തെ പോലെ അത്രയും ബോട്ടിൽസ് കയറാനൊന്നുമില്ല, 1-2 ബോട്ടിൽസേ കയറാനുള്ളൂ. അങ്ങനെ 3 കീമോയും കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമുക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതും കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.